മദ്യവിൽപ്പന സ്വകാര്യവൽക്കരിച്ച ഡൽഹി സർക്കാരിന്റെ നയം, വിവാദമായ മദ്യനയം, അതിൽ നിന്നുള്ള വിവാദങ്ങൾ, പിന്നീട് നടന്ന അന്വേഷണം, അതാണിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വരെ എത്തി നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതിനിടയിൽ കവിതയുടെ പങ്ക്, സൗത്ത് ഗ്രൂപ്പിന്റെ പങ്ക്, വലിയ രീതിയിലുള്ള അഴിമതി നടന്നു, AAP നേതാക്കൾക്ക് പണം കിട്ടി, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ആ വിവാദമായ മദ്യനയം പിൻവലിക്കുന്നതും ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു. എന്താണ് ഈ കേസ്, എന്താണ് മദ്യനയ കേസ് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിന്റെ ടൈം ലൈനിലേക്കാണ് ഇനി. ടൈം ലൈനിലേക്ക് 2021 നവംബർ 17-നാണ് AAP സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കിയത്. 2022 ജൂലൈ 8-ന് മദ്യനയത്തിലെ ക്രമക്കേടുകൾ ആരോപിക്കുന്ന റിപ്പോർട്ട് അന്നത്തെ ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് സമർപ്പിച്ചു. 2022 ജൂലൈ 22-ന് മദ്യനയത്തിലെ ക്രമക്കേടുകളെപ്പറ്റി CBI അന്വേഷണത്തിന് ഗവർണർ ശുപാർശ ചെയ്തു. ജൂലൈ 31-ന് വിവാദ മദ്യനയം ഡൽഹി സർക്കാർ പിൻവലിച്ചു. 2022 ഓഗസ്റ്റ് 17-ന് മദ്യനയത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട 15 പേർക്കെതിരെ CBI കേസെടുത്തു. ഓഗസ്റ്റ് 22-ന് കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ ED കേസെടുക്കുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഡൽഹി എന്നിവിടങ്ങളിലെ മദ്യവിതരണക്കാരുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും ED റെയ്ഡ് ചെയ്യുന്നു. 2022 ഒക്ടോബറിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്യുന്നു. 2022 നവംബർ 25-ന് കേസിൽ 7 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിക്കുന്നു. 2022 ഡിസംബറിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിനും കവിതയ്ക്കും ചോദ്യം ചെയ്യാൻ CBI സമൻസ് ലഭിക്കുന്നു. 2023 ഫെബ്രുവരി 26-ന് മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഫെബ്രുവരി 28-ന് സിസോദിയ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മാർച്ചിൽ മനീഷ് സിസോദിയെ EDയും അറസ്റ്റ് ചെയ്യുന്നു. 2023 ഒക്ടോബർ 1-ന് AAP MP സഞ്ജയ് സിംഗും അറസ്റ്റിലാവുന്നു. 2023 നവംബറിൽ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് EDയുടെ ആദ്യ സമൻസ് ലഭിക്കുന്നു. 2024 ഫെബ്രുവരിയിൽ തുടർച്ചയായ 7-ാം സമൻസും കെജ്രിവാൾ തള്ളി. 2024 മാർച്ച് 16-ന് BRS നേതാവ് കവിത അറസ്റ്റിലാവുന്നു. മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കവിത AAPക്ക് 100 കോടി നൽകിയെന്നാണ് ED പറയുന്നത്. 9 തവണ EDയുടെ സമൻസ് ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ 2024 മാർച്ച് 21-ന് അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യമുന്നയിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. മണിക്കൂറുകൾക്ക് ശേഷം ED കെജ്രിവാളിന്റെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24.